ഹലോ, പാലിയക്കട്ട് പെപ്ലം ടോപ്പ് എങ്ങനെ ചെയ്യണം നോക്കാം. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 25 ഇഞ്ചാണ്. ഇത് 25 ഇഞ്ച് വെച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഷോൾഡർ 7 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആം ഹോളിൽ 6.5 ഇഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ച് ആം ഹോൾ അടയാളപ്പെടുത്തി ചെസ്റ്റ് 10 ഇഞ്ചാണ് ചെസ്റ്റ്, പ്ലസ് അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. 13.5 ഇഞ്ച് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തു. ഷേപ്പ് ലെങ്ത് 13.5 ഇഞ്ചാണ്. ഇനി പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷേപ്പ് ലെങ്ത് ഇതിൻ്റെ റൗണ്ട് വന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൂടെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് യോജിപ്പിച്ച് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. നെക്കിൻ്റെ വിട്ട് വന്നത് ബാക്ക് നെക്ക് അട്ടിപ്പടോടെ അടയാളപ്പെടുത്തി കൊടുക്കണേ. ഇതിൻ്റെ വിട്ട് വന്നത് 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇതിനെടുത്ത് മാറ്റാം. പിന്നെ ഫ്രണ്ട് നെക്ക് 2.25 വിട്ട് അടയാളപ്പെടുത്താം. വിട്ട് വീതി 2.25, 6 ഇഞ്ച് വീനെക്കാണ് കൊടുക്കണം. 6 ഇഞ്ച് ലെങ്ത്ത് 6 ഇഞ്ച് കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് നമ്മൾ മറ്റേ ആലിയക്കട്ടല്ലേ കൊടുക്കണം. അപ്പം ആലിയക്കട്ടിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 4.25 കയറ്റി കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 4.25 എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഈ 14 ഇഞ്ചിനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4.25 കിട്ടും. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. 4.25 കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ അറ്റത്ത് നിന്ന് ഇവിടേക്ക് മാർക്ക് ചെയ്യാം. ഇത്രയുള്ള ആലിയക്കട്ടിൻ്റെ പരിപാടി. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്ക് പീസ് ഇല്ലേ, ആ ബാക്ക് പീസ്, ഇത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കാം. ഇനി ചേർത്ത് വെച്ച് ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല, അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യാം. ഇതവിടെ കട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ടും വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പം ഇതാണ് യോക്ക് പീസ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്കുള്ള ഫ്രില്ല് കട്ട് ചെയ്യാം. താഴത്തേക്കുള്ള ഫ്രില്ല് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് യോക്ക് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഇവിടെ നിവർത്തിയിടാം. വേറെ ഒന്നുമില്ല, 25 ഇഞ്ച് തന്നെയാണ് ഞാൻ കറക്റ്റ് തുണി തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊന്ന് വളരെയധികം സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കാം. സ്ട്രെയിറ്റ് കട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്ക് പീസ് ഇങ്ങനെ ഫ്രില്ലിടാനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസാണ്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക.
ഇനി അടുത്തത് സ്ലീവ് കട്ട് ചെയ്യാനാണ്. സ്ലീവ്ലെസ് പോലെ സ്ലീവിന്റെ അറ്റത്ത് ഒരു ചെറിയ പ്ലീറ്റ്സ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് 3 ഇഞ്ച് വിട്ടിലോട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. 3 ഇഞ്ച് വിട്ടില് മടക്കിയിടാം. ടോട്ടൽ 6 ഇഞ്ച് വിട്ട് അതിന് രണ്ടായിട്ട് 3 ഇഞ്ച് വിട്ടില് മടക്കി. ഇത് 3 ഇഞ്ചാണല്ലോ ഇതിന്റെ വിട്ട് വന്നത്. ഈ ഒരു സൈഡ് അതിന്റെ പകുതി ഇവിടെ അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. ഇവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഈ അറ്റത്ത് നിന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്യണം. ചിരിച്ച് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിനെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതിന് രണ്ടിനും കൂടെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തില്ല, അത് റെക്കോർഡായില്ല. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇനി നല്ല തുണിയിലേക്ക് നമുക്ക് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിച്ചിങ് ചെയ്യുന്ന വീഡിയോ എടുത്തരാൻ എനിക്ക് ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കത് ഈ സൈഡ് നെക്ക്, ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് നെക്ക് ബാക്ക് നെക്ക് മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഓരോ സൈഡിൽ സ്റ്റിച്ചിങ് തൊടാണ്ട് ഓരോ കട്ടിങ് കൊടുക്കാം. ഈ സ്റ്റിച്ചിങ് കട്ട് ചെയ്തിട്ടാ. സ്റ്റിച്ചിൽ തട്ടാതെ കട്ടിങ് ഇട്ട് കൊടുക്കാം. തുമ്പ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എല്ലാവരും കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ മറിച്ചിടാം. മറിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തുമ്പത്തേക്കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇതിനൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. പക്ഷേ ഷോൾഡറും ഈ സൈഡൊക്കെ അടിച്ചു. ഇനിയിപ്പോൾ മറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൂടെ ഒന്ന് പതിച്ചൊരു അടി കൊടുക്കാം. പിന്നെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാവരും നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്ട്രിങ് പീസും അടുത്ത് മറച്ചെടുക്കണം. 4 സൈഡും ക്ലോസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ഫ്രണ്ടിലേക്ക് 15 രീതിയിൽ അടിക്കുക. അതുകൊണ്ട് കുറച്ചും കൂടെ കട്ട് ചെയ്ത് കളയാം. കട്ടിങ് കൊടുത്ത് മറച്ചതിന് ശേഷം ഈ ബാക്കിയുള്ള ഈ സൈഡുകളൊക്കെ യോജിപ്പിച്ചെടുക്കും. ഇത്രയും നമുക്ക് ചെയ്തിട്ട് കാണാം.
ഈ രണ്ട് സൈഡും കൂടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പറേ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തു. ഈ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തു. അടി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവാണ് അടുത്ത് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പം സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസും ഇതിൻ്റെ ലെങ്ത്ത് കുറവായതുകൊണ്ട് രണ്ട് പീസും തമ്മിൽ യോജിപ്പിക്കണം. രണ്ട് പീസ് നമ്മൾ യോജിപ്പിച്ചിട്ട് അതിനെ മടക്കി ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം.